ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സുബൈർ ഖാനെ നല്ല ചോദ്യം ചെയ്യുന്നുണ്ട്. നിനക്ക് ആ വീട് വാങ്ങണുണ്ടോ? ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്, ഒരിക്കലും നിനക്ക് ആ വീട് വാങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ സുബൈർ ഖാനെ ദ്രോഹിക്കുക തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു അവിടെ എത്താണ്. എന്നാൽ രോഹിത് ആണെങ്കിലോ തനിക്ക് നേടിയെടുക്കാൻ വേണ്ടി ആ ലേലം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സുബൈർ ഖാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പയ്യനും ഉണ്ടല്ലോ. പിന്നീട് വിഷ്ണു അവിടെ എത്തിയിട്ട് എവിടെ സുബൈർ ഖാൻ എന്ന് അനുവിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ അനു പറയാണ് അങ്ങോട്ടേക്ക് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോകുന്നത് കണ്ടു എന്ന് പറയണ്ട. പിന്നീട് വിഷ്ണു ഒന്നും നോക്കില്ല, അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഇതേ സമയം ലേലം ഇങ്ങനെ വിളിച്ചു തുടങ്ങാൻ 16,100 എന്ന് പറയണ. അപ്പോഴേക്കും ഈ സുബൈർ ഖാന്റെ ആള് 16,200 എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രോഹിത് ആണെങ്കിൽ പെട്ടല്ലോ, കാത്തിരി കിടക്കുന്നു ഈ ലേലത്തിന്റെ വില എന്നുള്ള ലെവലിൽ ചന്ദ്രബോസും സുസ്മിതയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ സുബൈർ ഖാന്റെ ആ പയ്യനുണ്ടല്ലോ ആളാക്കി വെച്ചിരിക്കുന്ന അവന്റെ പിറകിൽ ഒരു ഗുണ്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. അയാൾ പറയുന്നു ഈ വീടിന്റെ ലേലം വിളി കൂടുന്നു, അതുകൊണ്ട് ഇനി മുന്നോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നീ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സുബൈർക്ക് ആക്കി വെച്ച ആള് അത് അങ്ങ് വില കൊടുക്കാതെ 16,300 എന്നുള്ളത് 16,400 കേട്ടോ. അപ്പോഴേക്കും രോഹിത് പെട്ടു. വീണ്ടും രോഹിത് 16,400 എന്നുള്ളത് 16,500 എത്തേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു കേട്ടോ. പിന്നീട് സുബൈർ ഖാനെയാണ് കാണിക്കുന്നത്. നിനക്ക് ലേലം വിളിക്കണല്ലേ എന്ന് പറഞ്ഞ് സുബൈർ ഖാനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് കണ്ടാണ് വിഷ്ണു കടന്നു വരുന്നത്. അങ്ങനെ വിഷ്ണുവും കമലനും കൂടിയിട്ട് അവരെ ഇടിച്ചു വീഴ്ത്തണം. കമല പിടിക്കട, അവനെ കൊടുക്കട എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അങ്ങനെ ചവിട്ടലും ഉണ്ടും തള്ളുമായി സുബൈർ ഖാനെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് മുകളിൽ നിന്ന് സുബേന്ദ്രൻ ചന്ദ്രബോസും കാണുന്നുണ്ട്. ഉപേന്ദ്രനും ചന്ദ്രബോസും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപേന്ദ്രൻ ഇത് കണ്ടു നിൽക്കുകയാണ്. ഇതേ സമയം ചന്ദ്രബോസ് പറയണേ, അതെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങോട്ടേക്ക് പോണ്ട, അവര് തമ്മിലുള്ള ഇടിക്കിടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കും കിട്ടും, അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സുബൈർക്കാട് പറയും, വാ സുബൈർക്ക, ഇനി ഇവിടെ അധികം നിൽക്കാൻ പറ്റത്തില്ല. അവന് 4 ചവിട്ടൊന്ന് കൊടുത്തിട്ട് വിഷ്ണു സുബൈർ ഖാനെയും കൊണ്ട് പുറത്തോട്ട് കടക്കണം കേട്ടോ. ഇതേ സമയം ലേലം വിളി അതിര് കിടക്കുന്ന 16,500 എന്ന് പറഞ്ഞിരിക്കുന്ന രോഹിത്തിന് മുന്നിൽ വീണ്ടും സുബൈർക്ക് ആക്കി വെച്ചിരിക്കുന്ന ആള് 16,600 എന്നിലോട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഈ സമയം അവിടെ പെട്ടിരിക്കുകയാണ് രോഹിത്. പിന്നെയും രോഹിത്തിന് കൂട്ടി വിളിക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ രോഹിത് 16,700 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത വിളിക്കുമ്പോഴേക്കും അവന്റെ പിറകിലോട്ട് ഒരു കത്തിയുടെ മുന ചെല്ലുന്നതാണ് കേട്ടോ കാണുന്നത്. അത് കാണുന്ന ആ പയ്യൻ, സുബൈർക്കാരുടെ ആ പയ്യൻ പേടിച്ചു പോവാണ്. ഇനി താൻ വിളിച്ച തൻ്റെ പിറകിൽ കത്തി കുത്തി വീഴുന്നതായിരിക്കും കാണുക, അതുകൊണ്ട് താൻ ഇനി വിളിക്കാൻ പാടില്ലടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ലേലം 16,600 എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു സുബൈർ ഖാനെയും കൊണ്ട് അവിടെ ഓടിയെത്തുകയാണെന്നുള്ളത് ഈ CA ചന്ദ്രബോസിന്റെ ആളും അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സുസ്മിത ഇത് കാണാൻ കേട്ടോ. വിഷ്ണുവിനെ കണ്ടുടനെ താൻ ആക്കി വെച്ചിരിക്കുന്ന ലേലത്തിലെ തൻ്റെ ആളുകളുണ്ടല്ലോ അവരെ കൊണ്ട് ലേലം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് പറയുന്നു കേട്ടോ. അതോടുകൂടി വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് തൻ്റെ വീട് നഷ്ടപ്പെടാണ്. രോഹിത്തിന് ഈ വീട് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യം വിളിച്ചു പോകുമ്പോൾ വിഷ്ണുവിന്റെ ചെവിയിൽ കൂടെ തനിക്ക് കേൾക്കാനാവാത്ത ആ വാക്കാണ്. ഉടനെ തന്നെ വിഷ്ണു ആകെ പകച്ചു നിൽക്കുകയാണ്. പിന്നീട് ഇവര് കയ്യടിക്കാണ്, രോഹിത് നിനക്ക് ഈ വീട് കിട്ടിയിരിക്കുന്നു, അങ്ങനെ ലേലം ഉറപ്പിക്കാൻ കേട്ടോ. മനഃപൂർവ്വം ഒരു കള്ള ട്രാപ്പിലൂടെ ആണ് ആ ഒരു ലേലം ഉറപ്പിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ ഇവരുടെ ആളുകളായതുകൊണ്ട് തന്നെ എതിർക്കാനും കഴിയുന്നില്ല. പിന്നീട് വിഷ്ണു നിറകണ്ണുകളോട് കൂടി തൻ്റെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികളോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുബൈർക്ക് പറയണേ, ഈശ്വരൻ നിനക്ക് വിധിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും മോനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. അത് കേൾക്കുന്ന വിഷ്ണു പറയണേ, അങ്ങനെയല്ല, എനിക്ക് ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടായിരിക്കും എൻ്റെ ഈ കൊട്ടാരം എനിക്ക് നേടിയെടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രോഹിത് ആ പണപ്പെട്ടി വെക്കുന്നതും പിന്നീട് പണപ്പെട്ടിയിൽ നിന്നും പൈസ എടുക്കുന്നത് അങ്ങനെയുള്ള രംഗങ്ങളാണ്. പിന്നീടാണെങ്കിൽ സുസ്മിത നേരെ പോകുന്നത് വിഷ്ണുവിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ ഈ സമയം രോഹിത് മാറി നിൽക്കുന്നുണ്ട്. വിഷ്ണുവിനെ കാണുമ്പോൾ രോഹിത്തിന് ഒരു ദേഷ്യവും വാശിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ദേഷ്യത്തോടു കൂടി രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കണം. ഇതേ സമയം വിഷ്ണു സുസ്മിത ഇങ്ങനെ നോക്കുമ്പോൾ, എടോ തൻ്റെ ഈ കൊട്ടാരമുണ്ടല്ലോ, തൻ്റെ അമ്മ മഹാറാണിയെ പോലെ வாழ்ന്നിരുന്ന ഈ കൊട്ടാരം നാളെ സുസ്മിതയുടെ സാമ്രാജ്യമാണ്. സുസ്മിത പലതും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, പല വാണിഭങ്ങളും ഇവിടെ നിന്നങ്ങ് പോകും എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സുസ്മിതയുടെ വാക്കുകൾ വിഷ്ണുവിനെ കേൾക്കാൻ കഴിയില്ല. എന്നിട്ട് പറയണം, തൻ്റെ അമ്മ ഇവിടെ വെച്ച് എന്തൊക്കെ ക്രൂരതകൾ ചെയ്തോ, എന്നാൽ സുസ്മിത ഇതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് തുടക്കം കുറിക്കുക ഈ വീട്ടിൽ നിന്നായിരിക്കും. ഇതൊരു ഗോഡൗൺ ആക്കി മാറ്റാൻ
മാറ്റാനുള്ള പരിപാടിയാണ് എൻ്റേത് എന്നും പറഞ്ഞിട്ട് സുസ്മിത അങ്ങ് ഒച്ചയെടുക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ അങ്ങ് വിഷ്ണുവിന് കഴിയില്ല. ഇടി എന്നും പറഞ്ഞ് കഴുത്തിന് ഞെരുക്കിയിട്ട് എൻ്റെ വീട് എനിക്ക് നേടിയെടുക്കാൻ എനിക്കറിയാടി. നീ കുറുക്കു വഴിയിലൂടെ എൻ്റെ വീട് നീ സ്വന്തമാക്കിയെങ്കിൽ അത് തിരികെ എടുക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് കഴുത്തിനങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ചന്ദ്രബോസ് അവിടെ ഓടിയെത്താണ്. ഇതിവിടെ ഒരിക്കലും പാടില്ല, ഇത് അനുമതിയില്ല എന്നും പറഞ്ഞ് വേറെടുത്താണ്. ഇനി മേലിൽ ഇത് ചെയ്താലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷ്ണു താൻ അവിടെ നിന്നും പോകുമ്പോൾ തൻ്റെ അമ്മ ആ ഉമ്മറത്തപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ മുകളിൽ നിന്നും തൻ്റെ അമ്മ ഇങ്ങനെ നോക്കുന്നത് തൻ്റെ കണ്ണ് വല്ലാത്ത നിറഞ്ഞു പോവാണ്. അങ്ങനെ വിഷ്ണു നിറകണ്ണുകളോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ശ്യാമയാണ് കാണിക്കുന്നത്. ശ്യാമ ഇങ്ങനെ ചിന്തിക്കുകയാണ്, തീർച്ചയായും എനിക്ക് നീ വീട്ടിൽ നിലനിൽപ്പില്ല. എൻ്റെ കുഞ്ഞേച്ചി ഇനി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അത് പാടില്ലേനും. എന്നാൽ എന്നെ ചോദിച്ച് ആരുമില്ല, എനിക്ക് എൻ്റേതെന്ന് പറയാൻ ആരുമില്ല. ഇനിയിപ്പോൾ കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാവുമെങ്കിൽ അത് വിഷ്ണുവായിട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പപ്പിയാണെങ്കിൽ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തോട്ടും തിരികെ പോവുകയും ചെയ്യും. എനിക്ക് എൻ്റേതെന്ന് പറയാൻ ആരുമില്ല, എൻ്റെ ഭർത്താവ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ കാണാൻ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടോ. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രോഹിത്തിൻ്റെ വിളിയായിരിക്കും. രോഹിത്തിൻ്റെ വിളി കാണുന്നതിനോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതേ സമയം രോഹിത്താണെങ്കിലോ, ഹലോ, നിങ്ങളെന്തിനാ എൻ്റെ ഫോണിലോട്ട് വിളിച്ചത്? ഇതുവരെ നിങ്ങൾ വിളിച്ചില്ലല്ലോ. അത് ആ സുസ്മിതയുടെ അനുമതി കിട്ടിയിട്ടാണോ നിങ്ങൾ എനിക്ക് വിളിക്കുന്നത്? അത് കേൾക്കുന്ന രോഹിത്, അതെന്താ എനിക്ക് വിളിക്കാൻ പാടില്ല, ഇനി എൻ്റെ ഭാര്യയില്ല, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളിൽ ഇല്ലല്ലോ. നിങ്ങൾ സുസ്മയെ തേടിപ്പോയതല്ലേ, അവളുടെ വാക്കുകൾക്കല്ലേ നിങ്ങൾ ഇപ്പോൾ വില കൊടുക്കുന്നത്? അതെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അത് പറയാനാണ് വിളിച്ചത്. നിനക്ക് എന്നെ കാണാൻ വരാൻ പറ്റുമോ? ഇപ്പോൾ ഞാനാണല്ലോ സത്യഭാമയുടെ വീടിൻ്റെ അധികാരി, അതുകൊണ്ട് നിന്നെ എനിക്കൊന്ന് കാണണം, നീ എൻ്റെ ഇതിലോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ വരാമെന്നാണ് കേട്ടോ ശ്യാമ പറയുന്നത്. അങ്ങനെ ഇനി ശ്യാമയെ വെച്ചാണ് ഇനി അടുത്ത കളികൾ തുടങ്ങുന്നത് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ആ വീട് തൻ്റെ സാമ്രാജ്യമായിരിക്കുകയാണ്. അങ്ങനെ സുസ്മിതയും ഉപേന്ദ്രനും അതുപോലെ ചന്ദ്രബോസും കൂടിയിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്യേണ്ട ആ ഏർപ്പാടുകളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ഈ സാമ്രാജ്യം വീണ് കിട്ടിയിരിക്കുന്നു, സത്യഭാമയുടെ കൊട്ടാരം നമ്മളുടെ കൈകളിലായിരിക്കുന്നു, പല പകകളും വീട്ടാൻ സമയമായിരിക്കുന്നു, എവിടെ നമ്മുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് അത് രോഹിത്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നമ്മുടെ രാജകുമാരൻ എവിടെ? ഈ വീടിന്റെ എല്ലാ അവകാശങ്ങളും അവനല്ലേ, അവനെവിടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് രോഹിത്ത് ഇറങ്ങി വരുന്നത്. രോഹിത്തിനെ കണ്ടപാടെ ഇവരുടെ മുന്നിൽ ഇവർ പറയണം, ദാ ഈ വീടിന്റെ അവകാശി ഇനി നീയാണ്, എല്ലാം നിനക്ക് നേടിത്തന്നത് നിന്റെ പകയും വൈരാഗ്യവും വീട്ടാനാണ്, ഇതായത് ഞങ്ങൾ നിന്റെ കയ്യിൽ വെച്ച് തരുന്നു, ഇതാ താക്കോൽ എന്ന് പറയുമ്പോൾ രോഹിത്തിനെ കണ്ണ് നിറയണം. ഇത് കാണുന്ന സുസ്മിത പറയണേ, പകയും വൈരാഗ്യവുമാണ് വേണ്ടത്, അല്ലാതെ കണ്ണുനീരല്ല. നിന്നെ ഒന്നുമല്ലായ്മയിലോട്ടാക്കിയപ്പോൾ അപ്പോൾ രോഹിത്ത് പറയുന്നത് ശരിയാണ്, പെരുവഴിയിലോട്ട് എറിഞ്ഞ എന്നെ നിങ്ങൾ കൈപ്പിടിച്ച് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചു, അതുകൊണ്ട് തന്നെ എത്ര നന്ദി പറഞ്ഞാൽ നിങ്ങളോട് മതിയാവില്ല. അത് കേൾക്കുന്ന ചന്ദ്രബോസ്, മതി, പഴയതൊന്നും പറഞ്ഞത് മതി, എന്തായാലും കേക്ക് കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത പാടെ രോഹിത്ത് നേരെ ചന്ദ്രബോസിന്റെ വായിലോട്ട് വെച്ച് കഴിക്കും. അയ്യോ, എനിക്ക് ഷുഗറാണ്, മധുരമൊന്നും പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മധുരಕ್ಕೆ ഇവളുടെ വായിൽ വെച്ച് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ താൻ എന്ത് ചെയ്യുന്നു? സുസ്മിതയുടെ വായിലോട്ട് മനമില്ല മനസ്സോടെ രോഹിത്ത് കേക്ക് വെച്ചെടുക്കുമ്പോൾ സുസ്മിത അത് വലിയ സന്തോഷത്തോടു കൂടി കഴിക്കുന്നു കേട്ടോ. പിന്നീട് സുസ്മിതയോട് തിരിച്ച് നീ കൊടുക്കടി രോഹിത്തിന് എന്ന് പറയുന്നുണ്ട്, തിരിച്ച് രോഹിത്തിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സീനുകളാണ് ഇനി നടക്കുന്നത്. ഇനി ഇവർക്കിടയിൽ ഒരു താലികെട്ട് വരെ എത്തുന്ന ആ ഒരു സീനുണ്ട് കേട്ടോ.